നമസ്തേ. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് എംബററാണ്. വളരെയധികം പക്വതയോടു കൂടിയും വളരെയധികം പോസിറ്റീവായ രീതിയിൽ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരെവിടെയാണെങ്കിലും വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കരിയർ പാത്തിൽ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അവർ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. അതല്ല എങ്കിൽ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട്, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആളുകളുടെ എനർജി വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, എന്തോ ഒരു കാര്യം തുടങ്ങി വെക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ്. അതായത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് വളരെയധികം ഒരു ക്രിയേറ്റിവിറ്റി, പുതിയൊരു ക്രിയേറ്റിവിറ്റി തുടങ്ങുക എന്ന എനർജിയിലേക്കും കുറേ ആളുകൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തി എന്നതാണ് കാണാൻ പറ്റുന്നത്. അവരൊരു വലിയൊരു സൺറൈസിങ്ങിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ലൈഫിൽ ഒരുപാട് തകർച്ചകൾ സംഭവിച്ച് നിൽക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി മറ്റമിതമായ ഫ്രണ്ട്ഷിപ്പിൽ പെട്ടോ, അല്ലെങ്കിൽ അമിതമാകുന്ന കൂട്ടുകെട്ടുകൾ, കൂടാതെ തന്നെ ഇമോഷണലി ഉള്ള കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് നല്ലൊരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട്, ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുക, അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അവർ വളരെയധികം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടും, അതായത് ഫ്യൂച്ചറിൽ അവർക്കൊരു വിജയത്തിന് വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പ്ലാനുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചില പുതിയ പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ.